ഡോക്ടർ, ഉദര ക്യാൻസർ എന്നതാണ് ഇന്ന് അറ്റൻഷൻ പ്ലേസിൽ നമ്മുടെ വിഷയം. അപ്പോൾ ക്യാൻസർ എന്നത് നമ്മുടെ സമൂഹം വളരെ പേടിയോടുകൂടി നോക്കുന്ന ഒരു അസുഖമാണ്. അപ്പം ഉദര ക്യാൻസർ പൊതുവേ എന്നാൽ സമൂഹത്തിൽ പേടിയുടെ അളവ് ഒരു പരിധിവരെ കുറഞ്ഞിട്ടുണ്ടെന്ന് പറയാം. കാര്യം ഡോക്ടേഴ്സിൻ്റെ അഡ്വൈസ് നമ്മൾ പല രീതിയിലും ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെയും കേട്ടിട്ടുണ്ട്. അപ്പോൾ ഒരു സ്റ്റേജ് വരെ ക്യാൻസർ എന്ന് പറയുന്നത് നമുക്ക് ചികിത്സിച്ച് മാറ്റാൻ പറ്റുന്നൊരു അസുഖമാണ്. അതിൻ്റെ സിംറ്റംസ് ആദ്യമേ കാണുമ്പോൾ ഡോക്ടറിൻ്റെ അടുത്ത് എത്തുക എന്നുള്ളത്. അപ്പോൾ ഈ ഉദര ക്യാൻസർ എന്തുമാത്രമാണ് നമ്മുടെ സൊസൈറ്റിയിൽ ഇപ്പോൾ ഒരു പെർസെൻറ്റേജ്, ഓരോ അസുഖത്തിനും ഓരോ പെർസെൻറ്റേജ് ഇത്രത്തോളം കാണുന്നു എന്ന്, അപ്പോൾ എങ്ങനെയാണ്? പൊതുവേ നോക്കിയാൽ ഉദര ക്യാൻസർ കൂടി വരികയാണ്. ഇന്ത്യയിലൊട്ടാകെ കൂടി വരികയാണ്. കേരളത്തിൽ പ്രത്യേകിച്ചും കൂടി വരികയാണ്. നമ്മൾ കേരളത്തിൻ്റെ പെർസെൻറ്റേജ് അല്ലെങ്കിൽ അനുപാതം എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിലും വടക്കൻ കേരളത്തിൽ ആമാശയ ക്യാൻസർ കൂടി വരികയാണ്. തെക്കൻ കേരളത്തിൽ വൻകുടൽ ക്യാൻസർ കൂടി വരികയാണ്. പൊതുവേ എൻ്റെ ഒരു വീക്ഷണമാണ് ഞാൻ പറയുന്നത്. അതിന് അതിൻ്റേതായിട്ടുള്ള സാഹചര്യങ്ങളും പ്രശ്നങ്ങളും ഉണ്ട്. അത് കൂടുതൽ വിശദമായിട്ട് സംസാരിക്കേണ്ടിയിരിക്കുന്നു. പൊതുവേ മലപ്പുറം ഭാഗത്ത് അല്ലെങ്കിൽ വടക്കൻ കേരളങ്ങളിൽ നമുക്ക് സ്പൈസി ഫുഡ് കൂടുതൽ കഴിക്കുന്ന ഒരു പ്രവണതയുണ്ട്. നോൺ വെജ് കൂടുതൽ കഴിക്കുന്ന പ്രവണതയുണ്ട്. തെക്കൻ കേരളത്തിൽ ആ പ്രവണത കുറവാണെങ്കിൽ തന്നെ മറ്റ് ചില എക്സ്പോഷേഴ്സ് കൂടുതലാണ്. അപ്പോൾ വൻകുടൽ ക്യാൻസർ പൊതുവെ തെക്കൻ കേരളത്തിൽ കൂടുതലും, ആമാശയ ക്യാൻസർ വടക്കൻ കേരളത്തിൽ കൂടുതലുമാണ്. പൊതുവേ ഉദര ക്യാൻസർ എന്ന് പറയുമ്പോൾ അതല്ലെങ്കിൽ ഉദര അർബുദം എന്ന് പറയുമ്പോൾ ഒരു പ്രത്യേക അവയവത്തെ മാത്രമല്ല. ഉദര അർബുദം എന്ന് പറയുമ്പോൾ അത് അന്നനാളം തൊട്ട് തുടങ്ങുന്നതാണ്. അന്നനാളത്തിൽ അർബുദമുണ്ടാകാം, ആമാശയത്തിലുണ്ടാകാം, ചെറുകുടലുണ്ടാകാം, വൻകുടലിലുണ്ടാകാം, അതേപോലെ തന്നെ ലിവറിലുണ്ടാകാം. ലിവറുമായിട്ട് ബന്ധപ്പെട്ട അനുബന്ധ ഭാഗങ്ങളായ പിത്തസഞ്ചിയിലുണ്ടാകാം, പിത്തക്കുഴലിലുണ്ടാകാം, പാൻക്രിയാസ് അല്ലെങ്കിൽ ആഗ്നേയഗ്രന്ഥി എന്ന് മലയാളത്തിൽ പറയുന്ന ആഗ്നേയഗ്രന്ഥിയിലുണ്ടാകാം. അതിനോട് അനുബന്ധിച്ചിരിക്കുന്ന സ്പ്ലീൻ എന്ന് പറയുന്ന അവയവവുമായിട്ട് ബന്ധപ്പെട്ടുണ്ടാകാം. അങ്ങനെ ഇതിൽ ഏതിന് അർബുദം ബാധിച്ചാലും ഉദരാർബുദം എന്നാണ് പറയുന്നത്. അപ്പോൾ അതിൻ്റെ സിംറ്റംസും ഡിഫറെൻ്റ് ആയിരിക്കും, അതിൻ്റെ ചികിത്സയും ഡിഫറെൻ്റ് ആയിരിക്കും. അത് പേഷ്യൻറ്റിന് കാണുന്ന സിംറ്റംസ് ഒരു പക്ഷേ ഒരു രോഗിക്ക് ബ്ലീഡിങ് ആയിട്ടായിരിക്കാം പ്രസൻറ്റ് ചെയ്യുന്നത്. അത് കൂടുതലും വൻകുടൽ ക്യാൻസറിനെ ഉദ്ദേശിക്കുന്നതാണ്. ചിലവർക്ക് ഭക്ഷണം കഴിക്കാനുള്ള പ്രയാസമായിരിക്കാം, അത് കൂടുതലും അന്നനാള ക്യാൻസർ ആയിരിക്കാം. അങ്ങനെ സിംറ്റംസ് വെച്ചിട്ട് നമുക്ക് ഏത് ഭാഗത്താണ് ഏത് അവയവത്തിനാണ് അർബുദം ഉണ്ടായിരിക്കുന്നത് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. പൊതുവേ ഉദരാർബുദം എന്ന് പറയുമ്പോൾ ഒറ്റ അവയവമല്ല, അത് പല മൾട്ടിപ്പിളായിട്ടുള്ള, അത് നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റിന് മാത്രം ഒരു പ്രത്യേകതയാണ്. ഇപ്പോൾ കാർഡിയോളജിസ്റ്റ് ആണെങ്കിൽ ഹാർട്ട് മാത്രം നോക്കിയാൽ മതി. ഉദരം എന്ന് പറയുമ്പോഴത്തേക്ക് ഇത്രയും കോംപ്ലക്സ് ആയിട്ടുള്ള ഓർഗൻസ് ഇൻവോൾവാണ്. ഒത്തിരി എന്താ പറയുക, ഒരു ഇപ്പം വയറിപ്പം ഹാർട്ടിൻ്റെ കാര്യം ഡോക്ടർ പറയും. അപ്പോൾ ഹാർട്ട് മാത്രം, ബ്രെയിൻ ആണെങ്കിൽ ബ്രെയിനിൻ്റെ മാത്രം കാര്യം മാത്രമേ ഉള്ളൂ. ലങ് ആണെങ്കിൽ ലങ്ങിൻ്റെ കാര്യം മാത്രമേ ഉള്ളൂ. അതേസമയം ഒരു ഗ്യാസ്ട്രോൻട്രോളജിനെ സംബന്ധിച്ചിടത്തോളം ഇത്രയും അവയവങ്ങൾ ഇൻവോൾവാണ്. അപ്പോൾ അതിന് ഏത് ഭാഗത്ത് അർബുദം ബാധിച്ചാലും അതിന് ഉദരാർബുദം എന്നാണ് പറയുന്നത്. അതുപോലെ നമുക്ക് ആദ്യം സിംറ്റംസ് അങ്ങനെ തന്നെ സ്റ്റാർട്ട് ചെയ്യാം. ഇപ്പം പൊതുവായിട്ട് ഇപ്പോൾ എൻ്റെ ഒരു ചെറിയ അറിവിൽ ഞാൻ ചോദിച്ചോട്ടെ. അപ്പോൾ ഞാൻ ഏതൊരു ക്യാൻസറിൻ്റെ ഒരു അവയർനെസ് ഞാൻ കേട്ടിട്ടുള്ള എല്ലാവരും കോമൺ ആയിട്ട് പറയും നമ്മൾ എക്സസൈസ് എപ്പോഴും ചെയ്യണം. അപ്പോൾ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഈ എക്സസൈസ് ചെയ്യാത്തപ്പോൾ നമ്മുടെ ബോഡിയിൽ ഫാറ്റ് വന്ന് അടിയുകയും അതാണോ ഈ ഒരു ട്യൂമറായിട്ട് മാറുന്നത്? ഇല്ലല്ലോ, ഒരിക്കലും അല്ല. എക്സസൈസ് ചെയ്യണമെന്ന് പറയുന്നത് പൊതുവേ ഒബീസിറ്റിയുമായിട്ട് അസോസിയേറ്റഡ് ചില അർബുദങ്ങളുണ്ട്. അതായത് ഒബീസിറ്റി ഇപ്പം ചില ഒവേറിയൻ ക്യാൻസേഴ്സ്, ബ്രസ്റ്റ് ക്യാൻസർ, അങ്ങനെയുള്ള ക്യാൻസറുകൾ ഒബീസിറ്റിയായിട്ട് അസോസിയേറ്റഡ് ആണ്. അപ്പോൾ എല്ലാ ക്യാൻസറുകളും ഒബീസിറ്റിയായിട്ട് അസോസിയേറ്റഡ് ചില ജനറ്റിക് ഫാക്ടേഴ്സ് ഉണ്ട്, എൻവയോൺമെൻറ്റൽ ഫാക്ടേഴ്സ് ഉണ്ട്, അതേപോലുള്ള. അപ്പം എക്സസൈസ് മാത്രം ഒരു പരിഹാരമല്ല ഇതിനൊന്നും. എക്സസൈസ് പൊതുവേ നമ്മുടെ ഹെൽത്ത് നിലനിർത്തുന്നതിന് വേണ്ടുന്ന ഉപാധിയാണ്. അതുകൊണ്ട് എക്സസൈസ് ചെയ്തുകൊണ്ട് എല്ലാ അർബുദങ്ങളെ മാറ്റി നിർത്താൻ നമുക്ക് പറയാനും പറ്റത്തില്ല. പൊതുവേ നമ്മുടെ ഉദര സംബന്ധമായ ഇതൊന്നും നമ്മൾ കൂടുതലും ഉദരാശയം എന്തിനാണ് ഭക്ഷണം കഴിക്കുന്നതിനുള്ള കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടതാണല്ലോ ഉദരാശയം എന്ന് പറയുന്നത്. അപ്പോൾ അത് കൂടുതലും ബന്ധപ്പെട്ട് കിടക്കുന്ന നമ്മുടെ ആഹാര രീതിയുമായിട്ടാണ്. നമ്മൾ ശ്വസിക്കുന്ന രീതിയെക്കാട്ടും കൂടുതൽ ഉദരാശയ അർബുദം ഉണ്ടാക്കുന്ന ആഹാര രീതിയായിരിക്കണമല്ലോ. അപ്പോൾ ആഹാര രീതിയുമായിട്ടാണ് കൂടുതലും ബന്ധപ്പെട്ട് കിടക്കുന്നത്. പ്ലസ് എൻവയോൺമെൻറ്റൽ ഫാക്ടേഴ്സ്, ചിലപ്പം ഒരു പൊള്യൂഷൻ ആയിരിക്കാം, ചിലപ്പോൾ ഒരു മ്യൂട്ടേഷൻ എന്ന് വെച്ചാൽ റേഡിയേഷൻ കൊണ്ടുണ്ടാകുന്ന മ്യൂട്ടേഷൻ,
എൻ്റെ ഒരു ഒബ്സർവേഷൻ എന്ന് പറയുന്നത് നമ്മുടെ തീരദേശങ്ങളിൽ ഉദരാശയ ക്യാൻസർ കൂടുതലാണ്. തീരദേശങ്ങളിൽ ഉദരാശയ ക്യാൻസർ കൂടുതലെന്ന് പറഞ്ഞാൽ നമുക്ക് കരിമണ്ണ് കൂടുതലുള്ളത് തീരദേശ പ്രദേശങ്ങളിലാണ്. അപ്പോൾ അതിന് റേഡിയേഷൻ ഉണ്ട്. അപ്പോൾ ആ റേഡിയേഷൻ നമ്മുടെ ശരീരത്തിൽ മ്യൂട്ടേഷൻസ് ഉണ്ടാക്കുന്നുണ്ട്, ക്രോമസോമുകളുള്ള വൈകല്യങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്, അത് ലോങ് എക്സ്പോഷർ കൊണ്ട് ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഫാക്ടേഴ്സ് ശരിക്കും പറഞ്ഞാൽ നമുക്ക് പഠനങ്ങൾ കുറവാണ്. നമ്മുടെ ദേശത്ത് അങ്ങനെയുള്ള പഠനങ്ങൾ തുലം തുച്ഛമാണെന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ അങ്ങനെയുള്ള ഫാക്ടേഴ്സ് നമ്മളെ അഫക്റ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് എക്സസൈസ് മാത്രമല്ല, ആഹാര രീതികളും നമ്മൾ എൻവയോൺമെൻ്റൽ ഫാക്ടേഴ്സും എല്ലാം അതിനകത്ത് ഉൾപ്പെട്ടിട്ടുണ്ട്.